സാറിൻ്റെ പാട്ടുകൾ സാർ ഈ പാട്ട് എവിടെ തുടങ്ങാൻ പഠിക്കാൻ ഇവിടെ തുടങ്ങിയാലോ വേണ്ട ഇവിടെ അങ്ങനെ ഒരു പാട്ടാണ് സാറിൻ്റെ എല്ലാ കോമ്പോസിഷൻസും. മനോജേട്ടാ ഞാൻ ഇപ്പം അടുത്ത് സാറിൻ്റെ ഒരു പാട്ട് പാടി. അത് ഇതേപോലെ അതൊരു രാഗ എന്ന് പറയാൻ പറ്റില്ല, അത് സഞ്ചാരമാണ്. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി നമ്മൾ പല പല കളേഴ്സ് ഓഫ് എന്താണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലൂടെ നമ്മളിങ്ങനെ കടന്നു ചെല്ലില്ലേ, അല്ലെങ്കിൽ പല നിറങ്ങൾ കാണില്ലേ, അതുപോലെ നിറങ്ങൾ ഇങ്ങനെ നിറച്ചിട്ടുള്ള ഒരു പാട്ട്. അത് പുതിയൊരു പാട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു പാട്ടാണ്, ഉടനെ ഇറങ്ങുന്നത്. അപ്പം അതിലും ഇതേപോലെ താളത്തിൻ്റെ സഞ്ചാരങ്ങൾ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പാട്ടാണ്. അപ്പം അത്രയും ഗംഭീരമായിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് നമുക്ക് ശരത് സാറിന്. ശരിക്കും ഇപ്പോൾ ശരത് സാറിൻ്റെ ഈ റൗണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ എൻകറേജിങ്, കുട്ടികൾക്ക് എൻകറേജിങ് ആയിട്ടുള്ളൊരു റൗണ്ട്, അതുപോലെ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കാതിന് സുഖം കിട്ടുന്ന പാട്ടുകൾ. അപ്പം താങ്ക് യു സോ മച്ച് ഭദ്രി. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ പറയണ്ടല്ലോ ആരുടെ പാട്ടാണെന്ന്. ആൻഡ് സർ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു കോമ്പോസിഷൻ മലയാളത്തിന് തന്നത്. താങ്ക് യു. അല്ല പാറു, ഞാൻ എന്തെങ്കിലും മഞ്ചരി ഇപ്പോൾ ആ ഒരു പാട്ടിനെ പറ്റി പറഞ്ഞു. മഞ്ചരി അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ മഞ്ചരി ഇരുത്തിക്കൊണ്ട് ഒക്കുന്നതല്ല. ഇത് അത് നമ്മുടെ റെക്കോർഡിംഗ് സെഷനൊക്കെ കോമഡി ആയിരുന്നു, എങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാനിപ്പോൾ അടുത്താണ് അത് നമ്മൾ ഫൈനലല്ല എന്നാലും ഒരു രൂപമാക്കിയെടുത്ത കാര്യം ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്യാനുണ്ട്. ബ്യൂട്ടിഫുൾ മഞ്ചരി അസാധ്യമായിട്ട് പാടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അത് എന്തൊക്കെയാലും അത് ഈസി അല്ല പാടാൻ, ഒട്ടുമല്ല. അത് അതിൻ്റെ ട്രാവൽ അങ്ങനെയാണ്. അപ്പോൾ അത് കൂളായിട്ട് പാടിയിട്ടുണ്ട്. മഞ്ചരി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബാക്കിൽ സാറിന്റെ കുറെ ഫോട്ടോസ് കാണിച്ചില്ലേ, ഞാനെങ്ങാനായിരുന്നു അവിടെ നിന്ന് പാടുമെങ്കിൽ ഞാൻ അത് പാടും ചിരിച്ചിരുന്നേനെ. മഞ്ചരിക്ക് ആ പടം കാണുമ്പോൾ എല്ലാം ചിരിക്കുക. സാറേ ഫോട്ടോ നോക്കും, പന്നപ്പടം. ഞാൻ സാറിനോട് സാർ റെക്കോർഡിങ്ങിന് പോയി കഴിഞ്ഞാൽ സാർ പ്ലീസ് ഒന്നും പറയരുത്, സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. ഇതുമാതിരി തമാശ പറഞ്ഞാൽ പിന്നെ എനിക്ക് പാടാൻ പറ്റില്ല. അപ്പം അവിടെ കുറേ നേരം ചിരിയൊക്കെ ആയിരുന്നു, വർത്താനം ചിരിയൊക്കെ ആയിരുന്നു. പക്ഷെ സാർ ആസ് എ മ്യൂസിക് ഡയറക്ടർ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. കാരണം അത്രയും നമ്മളെ എന്താണ് കെയർ എടുത്ത് പാട്ട് പഠിപ്പിച്ച് തന്ന് ആ പാട്ടിൻ്റെ മാക്സിമം പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം, അതാണ് ശരത് സാർ. സാറിൻ്റെ വേറെ ഒന്നും നമ്മളെ അയ്യോ ഭയമാണ്, അയ്യോ പാടാൻ പറ്റില്ല സാർ ഇതെന്താണ്, അങ്ങനെയൊന്നുമല്ല. എത്ര കടുകട്ടി സംഗതിയാണെങ്കിലും അത് സാർ നമുക്ക് തലയിൽ കയറുന്നത് പോലെ പറഞ്ഞു തരും. സിനിമയിൽ ആ പാട്ടൊന്നും ആരും എടുക്കത്തില്ല. അതല്ല സിനിമയിൽ ആണോ അല്ലയോ എന്നുള്ളതല്ല. ഇപ്പം ശരത് സർ എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ ഒരു പാട്ട് പാടാന്ന് പറയുന്നത് ഏതൊരു മ്യൂസിഷ്യനും ഒരു ചലഞ്ചാണ്, ഒരു സന്തോഷമാണ്. അപ്പം എനിക്ക് വളരെ വൈകി വന്ന ഒരു അവസരമാണ് ഇത്. ഇതിനു മുൻപ് ഞാൻ പാടിയിട്ടുണ്ട്, അതിൻ്റെ കഥ പിന്നെ പറയാം, പറയാൻ പറ്റില്ല. സമയവും നേരം കാലമൊക്കെ. അപ്പം അതിനുശേഷം അത് സിനിമയിൽ പാടിയതാണ്. അപ്പോൾ അതല്ലാതെ ഈ ഒരു പ്രോജക്റ്റ് പുതിയത് വരാൻ പോകുന്നൊരു പാട്ട്, മനോഹരമായ പാട്ട്. ഓൾ ദി ബെസ്റ്റ്.